ഹായ് ഹലോ, ഞാൻ നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവർ കുറച്ച് നാളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നതും ഇപ്പോൾ ചിന്തിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങൾ, അത് ഷോർട്ടായിട്ട് കുറച്ച് വേർഡ്സിലൂടെ നമുക്ക് നോക്കാം. ആദ്യം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നെഗറ്റീവ്സിനെ വിട്ട് കളഞ്ഞുകൊണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസമാകട്ടെ. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനും എത്രയും പെട്ടെന്ന് റീയൂണിയൻ പോസിബിൾ ആവാനും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. കാരണം പ്രണയിക്കുന്ന മനുഷ്യർക്ക് അവർ പ്രണയിക്കുന്ന പേഴ്സൺ ഉണ്ടല്ലോ, അവരെ കൂടെ ഇല്ലെങ്കിൽ ശൂന്യതയാണ്. എത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് ചുറ്റുണ്ടെങ്കിലും അവര് ഒന്നുമല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദന, അത് എനിക്ക് മനസ്സിലാവും. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ടാവട്ടെ. ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്ത ഈ കാർഡ്സിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചിരുന്നത്, എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയാണ്, ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ, മുന്നേ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡോണ്ട് കെയർ. ഞാൻ ചിന്തിക്കുകയാണ്, ഞാനും നീയും തമ്മിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇതൊന്നും നിനക്ക് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം. ഞാനും നീ ഇപ്പം മിണ്ടാണ്ടിരുന്നാലും നിനക്ക് അത്ര വലിയ കാര്യമൊന്നും ആവില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്ന് അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ റിയാലിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ വളരെയേറെ വൈകിപ്പോയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ നിന്നിലേക്ക് മടങ്ങി വരാനായിട്ട്, ഞാൻ ആക്ഷൻ എടുക്കാനായിട്ട് ലേറ്റായി പോയോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ കാര്യത്തിൽ ഞാൻ ഒത്തിരി ഭയപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രണയത്തിൽ ആയിപ്പെട്ടിട്ടുണ്ടാവോ? അല്ലെങ്കിൽ എന്നെ ഇനി വേണ്ടാന്ന് പറയൂ, ഞാനൊരു ആക്ഷൻ എടുക്കാനായിട്ട് ലേറ്റായോ എന്നൊക്കെ ചിന്തിക്കാൻ പറയില്ലേ? അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പിന്നെ അവർ പറയുകയാണേ, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു. ഞാൻ എടുത്ത തീരുമാനം നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു എന്നെനിക്ക് അറിയാം. ഇപ്പോഴാണ് കേട്ടോ അവര് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. അവരും നിങ്ങളെ പ്രണയിച്ച് തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഞാനും നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു, എൻ്റെ തീരുമാനങ്ങൾ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ ഒരു കഴിവില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. അത് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. നിങ്ങൾ എൻ്റെ അടുത്ത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഒരു തീരുമാനം നിങ്ങൾ എടുക്ക്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ജീവിതമാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഒരു ലൈഫ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അനുഭവിച്ച് നമുക്ക് അറിയില്ല. അപ്പം നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾ യാചിക്കാൻ പറയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെന്താ ചെയ്തത്? അവർക്കൊരു കഴിവില്ലാത്ത പോലെ ആയിരുന്നു. ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എങ്ങനെയാ ചെയ്യണ്ടേ, എനിക്ക് ഒത്തിരി കാര്യങ്ങളില്ലേ ചെയ്യാനായിട്ട്, ഞാൻ ആലോചിക്കാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അവരതൊക്കെ ചിന്തിക്കുന്നുണ്ട്. എനിക്കൊരു കഴിവില്ലായ്മ ഉണ്ടായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ. ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോഴാണ്, ഈ അകൽച്ചയാണ്, അതാണ് എന്നെ വ്യക്തത നേടാനായിട്ട് സഹായിച്ചത്. റിയാലിറ്റി എന്താണ്, നീ എന്താണ്, നിന്റെ പ്രണയം എന്താണ്, ഞാൻ ആരായിരുന്നു, നിനക്ക് ഞാൻ ആരായിരുന്നു, മറ്റുള്ളവർക്ക് ഞാൻ ആരായിരുന്നു എന്നൊരു ക്ലാരിറ്റി തന്നത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്ന് അവര്
മനസ്സിലാക്കാണ് നീ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നവര് മനസ്സിലാക്കാണ്. റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. അവര് പറയാണ്, വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. നമ്മൾ എപ്പോഴും പരസ്പരം ഒന്നു ചേരേണ്ടവർ തന്നെയാണ്. നമ്മളിങ്ങനെ അകന്നിരുന്നാലും നമ്മൾ ഒന്നു ചേരേണ്ടവർ തന്നെയാണെന്ന് അവര് ആ റിയാലിറ്റി മനസ്സിലാക്കുകയാണ്. അവര് പറയാണ്, നിങ്ങളോട് പറയാനായിട്ട് അവര് ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവര് ഈ വാക്കുകളൊക്കെ അവര് മനസ്സിലൂടെ ഓടിപ്പോകുന്നുണ്ട്. ഈ മനസ്സിലൂടെ അവര് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം തന്നെ ചിന്തിക്കുക, സ്വയം തന്നെ പറയുന്നുണ്ട്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. വേറെ ആരടുത്തും എനിക്ക് ഈ ഒരു കണക്ഷൻ സെറ്റായിട്ടില്ല. നിനക്ക് പകരം വെക്കാനായിട്ട് എനിക്ക് വേറെ ആളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. എനിക്ക് ചുറ്റും ഞാൻ കുറേ പേരൊക്കെ വന്നു പോയിട്ടുണ്ട് എൻ്റെ ലൈഫില്. പക്ഷെ അവരൊന്നും നിനക്ക് പകരമാവില്ല എന്ന് അവരിപ്പോ മനസ്സിലാക്കാണ്. അതാണ് യഥാർത്ഥ പ്രണയം എന്നവര് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാർഡ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. അവര് വീണ്ടും പറയാണ്, യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്. എൻ്റെ തെറ്റുകളെല്ലാം നീയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. എനിക്ക് ഈഗോ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായില്ല. ഞാൻ നിന്നിൽ നിന്ന് ഇത്രയും ഗ്യാപ്പിട്ട് നിന്നു. ഈ അകൽച്ചയാണ്, അല്ലെങ്കിൽ നീ തന്നെയാണ് എൻ്റെ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് മനസ്സിലാക്കി തന്നത് എന്ന് അവര് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടു കൂടി പറയാണ്. നീയാണ് എനിക്ക് ഞാൻ എന്താന്ന് ബോധ്യപ്പെടുത്തി തന്നത്, നീ 100% ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി തന്നത്. അടുത്ത കാഴ്ച എന്താ? ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. എനിക്ക് നമ്മുടെ കണക്ഷൻ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കണം, ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കണം. എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഇനി എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടി പോകാൻ പറ്റില്ല. ഞാൻ അത്രമേൽ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയാണവര്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ വാക്കുകളായിരിക്കും അവരെന്തും കൊണ്ടും പറയാനായിട്ട് ചാൻസ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരുടെ മനസ്സിലൂടെ ഇന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളും ഇത് തന്നെയായിരിക്കും. ഞാൻ ഷോർട്ടായിട്ട് പറയാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ അവർ പറയും നിങ്ങളടുത്ത്. അതില് പറയുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേർഡ്സ് ആണ് ഞാൻ പറയുന്നത്. അവർ ഓരോ നിമിഷവും നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, നിങ്ങൾ അവർക്ക് എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാണ് കേട്ടോ ഞാൻ കാർഡ്സിലൂടെ. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ് കൊണ്ടുവന്ന് കഴിഞ്ഞു. നിങ്ങൾ നല്ല ചിന്തയോടുകൂടി പ്രവർത്തിക്കുവാനും നിങ്ങൾ നല്ലതുപോലെ നിങ്ങളെ സ്നേഹിക്കുവാനും എപ്പോൾ തുടങ്ങിയോ അപ്പം മുതൽ നിങ്ങളിലേക്ക് അനുഗ്രഹം തന്നെയാണുള്ളത്. ആദ്യം നമ്മൾ എന്താ വേണ്ട അറിയോ? നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രണയിക്കുന്ന പേഴ്സന്റെ ഹെൽത്ത്, അവർക്ക് നല്ലത് വരണം, അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടാവോ, അവർ ഇന്ന് നല്ല ഒരു മൂഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അവർക്ക് ചുറ്റും നല്ലത് വരുത്തണേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടേതായ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക, എന്ത്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണ്ടേ, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യണ്ടേ, ഞാൻ എന്നെ തന്നെ എന്തുകൊണ്ടും സ്നേഹിച്ചാൽ തന്നെയല്ലേ എന്നിലേക്ക് എല്ലാ പോസിറ്റീവ്സും വരുള്ളൂ. ഞാൻ ദുഃഖിച്ചിരിക്കേണ്ട ഒരു പേഴ്സൺ അല്ല. ഞാൻ ഹാപ്പി, എനിക്ക് സന്തോഷം ഞാൻ എന്നിൽ തന്നെ കണ്ടെത്തണം. ഞാൻ ഹീലാവണം, കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം, ബോൾഡ് ആവണം എന്ന് നിങ്ങൾ എപ്പോൾ ചിന്തിച്ചു തുടങ്ങിയോ അപ്പം മുതലാണ് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം മുതലാണ് നിങ്ങളുടെ പേഴ്സൺ റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങിയത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയത്. ഒരു സോങ് ഉണ്ടല്ലോ, പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം അറിയാതെ നിന്നെ അറിയും
എന്താ പറയണേ? നിന്നെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഈ അകലങ്ങൾ പോലും അരികെയാന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് എന്നവര് പറയാണ്. എനിക്കിത് മനസ്സിലായിട്ടുണ്ടായില്ല, നീയും ഞാനും തമ്മിൽ ഇത്രത്തോളം ബോണ്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇപ്പോൾ എന്നില് നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചോ അത്രത്തോളം പ്രണയം എന്നിലുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ അകലങ്ങൾ പോലും അരികെയാണെന്ന്. എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് വാല്യൂ ആയി തുടങ്ങും. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യട്ടെ. നിങ്ങളുടെ സ്വന്തം നിംസ്.